ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രഭാതം കൂടെ കർത്താവ് ദാനമായി തന്നല്ലോ. കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. തുടർമാനമായിട്ട് ഹല്ലേലൂയ ചിലരുടെ ബൈബിളിലെ ചിലരുടെ തീരുമാനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറയുവാനിടയായിരുന്നു. അതിനാധാരമായിട്ടൊരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ശമൂവേലിൻ്റെ പുസ്തകം ഹല്ലേലൂയ 1-ാം അധ്യായം. നമുക്കറിയാവുന്ന വാക്യമാണ്. അതിൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ 11-ാം വാക്യം. ആ ദൈവത്തിന് അവളൊരു നേർച്ച നേർന്നു. സൈന്യങ്ങളെ യഹോവേ, അടിയൻ്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതൊരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവൻ്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. അവൻ്റെ തലയിൽ ശവരക്കത്തി തൊടുകയില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഹല്ലേലൂയ ഈ സംഭവം അറിയാം. നമുക്ക് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. 2 ഭാര്യമാരുണ്ടായിരുന്നു. എൽക്കാനായിക്ക് ഒരുത്തിക്ക് പെലീന എന്നും മറ്റവൾക്ക് ഹല്ലേലൂയ ഹന്ന എന്നും പേര്. ദൈവത്തിന് സ്തോത്രം. ഹന്നായിക്ക് മക്കളില്ലായിരുന്നു. മക്കളില്ലാത്തതിൻ്റെ കാര്യം അവിടെ എഴുതിയിരിക്കുന്നു. യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു. ദൈവത്തിന് സ്തോത്രം. അത് ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയായിരുന്നെന്ന് തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. തുടർന്ന് ചിന്തിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയായിരുന്നു എന്നുള്ളത്. എന്നാൽ പെലീന മക്കളുള്ളവളായിരുന്നു. അവൾക്ക് പുത്രന്മാരും പുത്രിമാരും ഉണ്ടായിരുന്നു. എന്നാൽ അവൾ ഹല്ലേലൂയ ഇവളെ എന്നും വ്യസനിപ്പിക്കുമായിരുന്നു. നിനക്ക് മക്കളില്ല എന്നൊക്കെ പറഞ്ഞ് ഇവളെ കുത്തുവാക്കുകൾ പറഞ്ഞ് ഇവളെ വേദനിപ്പിക്കുന്ന പതിവുണ്ടായിരുന്നു. എന്നാൽ അവൾ ആരോടും അത് പറയാതെ അവൾ ആരോട് പറഞ്ഞു? അവൾ പറയേണ്ടിവൻ്റെ അടുക്കൽ വന്നു എന്ന് നമ്മളിവിടെ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്. അവൾ ദേവാലയത്തിൽ വന്നിട്ട് ദൈവസന്നിധിയിൽ അവൾ അവിടെ സങ്കടം ബോധിപ്പിച്ചു. ഹല്ലേലൂയ. 1 ഹല്ലേലൂയ 6 കാണുന്ന ഇങ്ങനെയാണ്. ദൈവത്തിന് സ്തോത്രം. അവൾ ഹല്ലേലൂയ വ്യസനിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു എന്ന്. വളരെ വ്യസനത്തോട് ദൈവസന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. 7 കാണുന്നു. ഹല്ലേലൂയ. അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെ ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോന്നു. എന്താ ഹല്ലേലൂയ. അവളെ മുഷിപ്പിച്ചിരുന്നുകൊണ്ട് അവൾ കരഞ്ഞു പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. അവൾ വളരെ പ്രാർത്ഥിക്കുന്നവളായിരുന്നുവെന്ന് നമ്മൾ ഹല്ലേലൂയ അതിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ കാണുവാൻ കഴിയുന്നു. അവൾ മനോവസനത്തോട് യഹോവയോട് പ്രാർത്ഥിച്ച് കരഞ്ഞെന്ന. ദൈവത്തിന് സ്തോത്രം. വളരെ പ്രാർത്ഥിക്കുന്നവൾ, വളരെ കരയുന്നവളായ ഒരു സ്ത്രീ ആയിരുന്നു എന്ന് ഹന്ന എന്ന് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കാണുന്നു. എന്താണെന്ന് ചോദിച്ചാൽ അവളെ വ്യസനിപ്പിക്കുന്ന ഒരുവളുണ്ടായിരുന്നു. ഇന്നും ഇതുപോലല്ലേ പ്രിയമുള്ളവരെ? നമുക്കെതിരെ കുത്തുവാക്കുകൾ പറയുന്നവർ, നമ്മളെ വേദനിപ്പിക്കുന്നവർ ഈ ഹാലിലെ ധാരാളമില്ലേ? അവരുടെ മുമ്പിൽ നമ്മളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് ഹാലിലെ രാവിലെ സമയം എനിക്ക് നിങ്ങളോട് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ആര് വേദനിപ്പിച്ചാലും ആര് പ്രയാസപ്പെടുത്തിയാലും നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, കരയുന്നവരാണെങ്കിൽ, വേദനിപ്പിക്കുന്നവരുടെ മുമ്പിൽ നിങ്ങളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം ഈ ഭർത്താവ് ഒത്തിരി സമാധാന വാക്കൊക്കെ അവളോട് പറയുന്നുണ്ട്. അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, ഹന്നേ, നീ എന്തിന് കരയുന്നു? എന്തിന് പട്ടിണി കിടക്കുന്നു? നീ വ്യസനിക്കുന്നത് എന്തോ? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ എന്നൊക്കെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്ന ഒരു ഭർത്താവ്, നല്ലൊരു ഭർത്താവ്. അവളെ വളരെ നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ട്, അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നാൽ അവളുടെ ഹൃദയത്തിൻ്റെ ദുഃഖം, വേദന അറിയുന്ന ഒരുവൻ ഹല്ലേലൂയ അവൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ചു വന്ന് നമ്മൾ ദൈവജനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവളൊരു നേർച്ച നേർന്നു. അതാ ഞാനിവിടെ വായിച്ചത്. പ്രിയമുള്ളവരെ, നമ്മൾ നേർച്ച നേർന്നാൽ അത് നിവർത്തിപ്പാൻ നമ്മൾ മടി കാണിക്കുന്നവരാണോ? ഇന്ന് രാവിലെ സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ദൈവസന്നിധിയിൽ നേരുന്നതിനേക്കാൾ നല്ലത് നേരാതിരിക്കുന്നെന്ന് ദൈവജനം നമ്മളെ പഠിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മൾ പറയും ഇന്ന രീതി കൊടുത്തേക്കാം, ഇന്ന രീതി ചെയ്തേക്കാം. എന്നാൽ നമ്മൾ ചെയ്യുവാൻ പലപ്പോഴും നമ്മൾ മടി കാണിക്കുന്നവരല്ലേ? എന്നാൽ ഇവള് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചൊരു നേർച്ച നേർന്നെന്ന, എനിക്കൊരു പുത്ര സന്താനത്തെ തന്നാൽ ആദ്യ തലമുറ. ദൈവത്തിന് സ്തോത്രം. അവൾ എവിടെ എന്ത് ചെയ്തു? അവൾ പറഞ്ഞതുപോലെ. എന്നിട്ട് ഇവിടെ നമ്മൾ വായിക്കുന്ന ഇപ്രകാരം, ആ താഴോട്ട് വായിക്കുമ്പോൾ അവളുടെ ദുഃഖം മനസ്സിലാക്കുവാൻ ദൈവത്തിന് സ്തോത്രം ആ പുരോഹിതന് പോലും കഴിഞ്ഞില്ലെന്ന. ദൈവം പലപ്പോഴും നമ്മുടെ വേദനകളെ മനസ്സിലാക്കുവാൻ മറ്റുള്ളവർക്ക് കഴിയത്തില്ല പ്രിയമുള്ളവരെ. എന്നാൽ നമ്മുടെ ദുഃഖം മനസ്സിലാക്കുന്ന, നമ്മുടെ വേദന മനസ്സിലാക്കുന്ന ഒരുവനുണ്ടെന്ന് ഇന്ന് രാവിലെ എനിക്ക് നിങ്ങളോട് ഈ വചനത്തിൽ കൂടെ വചനത്തിന് മുമ്പാകെ പറയുകയാണ് ഞാൻ. നമ്മുടെ വേദനയെ അറിയുന്ന, നമ്മുടെ ദുഃഖത്തെ അറിയുന്ന, നമ്മുടെ ബുദ്ധിമുട്ടുകളെ അറിയുന്ന ഒരുവൻ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ ഏലി പുരോഹിതന് പോലും അവിടെ ദുഃഖത്തെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. ഇത്ര രാവിലെ അവൾ ദൈവത്തിന് സ്തോത്രം ഇങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്, ഏലി അവളോട് ഇത്രത്തോളം ലഹരി പിടിച്ചിരിക്കും, നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ എന്ന് അവൾ ലഹരി പിടിച്ച് വീഞ്ഞ് കുടിച്ചവളായിട്ട് ഇരിക്കുകയാണെന്നാണ് ഏലി പുരോഹിതൻ ചിന്തിച്ചത്. എന്നിട്ട് അവൾ ഏലിയോട്
പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവസനമുള്ള ഒരു സ്ത്രീ, ഹല്ലേലൂയ, അവൾ അവിടെയുള്ള അവസ്ഥ ആ ഹല്യ പുരോഹിതനോട് തുറന്ന് പറയുക. പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ള അവസ്ഥ നമ്മുടെ തമ്പുരാൻ്റെ പാദപീഠത്തിൽ വന്ന് തുറന്ന് പറയുവാൻ നമ്മൾ തയ്യാറായാൽ, രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നമ്മുടെ ഉള്ള അവസ്ഥ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നൊന്ന് തുറന്ന് പറയുവാൻ നമ്മളൊന്ന് സന്നദ്ധരാകുക. ദൈവം നമ്മളെ വിടുവിപ്പാൻ ശക്തനാ, ദൈവം നമ്മളെ സഹായിക്കുവാൻ ശക്തനാ. ഹല്ലേലൂയ. എന്നിട്ട് അവൾ പറയുക, ദൈവത്തിന് സ്തോത്രം, ഞാൻ മനോവസനമുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയാണ്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എൻ്റെ ഹൃദയത്തെ പകരുകയാണ്. ഞാൻ കരയുകയാണ്. ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് കഴിയും പ്രിയമുള്ളവരെ ദൈവസന്നിധിയിൽ വന്ന് നമ്മുടെ സങ്കടവുമായി നമ്മുടെ വേദനയുമായിട്ട് ഒന്നിരിക്കുവാൻ കഴിയുമോ? തമ്പുരാൻ നമ്മളെ വിടുവിപ്പാൻ ശക്തനാ. എന്നിട്ട് അവൾ പറയുന്നു, ദൈവത്തിന് എന്നിട്ട് ഏലി അവളോട് സമാധാനത്തോട് പൊക്കൊള്ളുക, ഇസ്രായേൽ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്. നീ കഴിച്ച അപേക്ഷ തമ്പുരാൻ നിനക്ക് നൽകുമാറാകട്ടെ. എന്നിട്ട് അതിൻ്റെ 20-ാം വാക്യം വായിക്കുന്നത്, യഹോവ അവളെ ഓർത്തു. ഹല്ലേലൂയ. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ച് വാങ്ങിയെന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. ഒരാണ്ട് കഴിഞ്ഞപ്പോൾ ഹന്നായെ ദൈവം ഓർത്തു. ഹന്നായ്ക്കൊരു മകനെ ദൈവം നൽകി. ആ മകൻ ശമൂവേൽ പ്രവാചകനെന്ന് വിളിയോ. ഏറ്റവും അധികമായി നമ്മൾ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ശക്തനായി തീർന്ന ശമൂവേൽ പ്രവാചകൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളവിടെ ശമൂവേൽ പ്രവാചകനെക്കുറിച്ച് തുടർന്ന് വായിച്ചു കഴിഞ്ഞാൽ, അതിൽ ന്യായപാലനം ചെയ്ത, ഇസ്രായേലിൽ ഏറ്റവും കൂടുതൽ ന്യായപാലനം ചെയ്ത ഒരേ ഒരു പ്രവാചകൻ നമ്മളവിടെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. അതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. അതുകൊണ്ടായിരുന്നു ഹന്നയുടെ ഗർഭത്തെ ദൈവം അടച്ചതെന്ന് ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്നിട്ട് അതിൻ്റെ 27-ഉം 28-ഉം വായിക്കുമ്പോൾ, ആ ബാലനുമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ യഹോവയുടെ കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദനായിരിക്കുമെന്ന്. ഹല്ലേലൂയ. അവൾ, ദൈവത്തിന് സ്തോത്രം, ആ മകനെയും കൊണ്ട് ദേവാലയത്തിലേക്ക് അവൾ കടന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ മകനെ, ദൈവത്തിന് സ്തോത്രം, ദൈവസന്നിധിയിൽ കൊടുത്തതായിട്ട് നമുക്ക് അവിടെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. ഒരൊറ്റ ആദ്യം അവൾക്ക് ലഭിച്ച ആ സന്താനത്തെ ഇന്ന് നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ ചെയ്യുമോ? പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, എത്ര പേര് ദൈവസന്നിധിയിൽ സമർപ്പിക്കും? എത്ര പേര് ദൈവവേലയ്ക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കും? ദൈവത്തിന് സ്തോത്രം. ഇവിടെ ദൈവവേലയ്ക്ക് വേണ്ടി ആ സന്താനത്തെ കൊടുത്തപ്പോൾ ദൈവം അവളെ അനുഗ്രഹിച്ചു. ദൈവം അവളെ മാനിച്ചു. അതിനെ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ സ്തുതിക്കുന്ന ഹന്നായ 2-ാം അധ്യായം 1 മുതൽ 10 വരെ വായിക്കുമ്പോൾ ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്ന ഹന്ന, സ്തുതിക്കുന്ന ഹന്ന. ദൈവത്തിന് സ്തോത്രം. ഹന്നയുടെ ശക്തിയുടെ ഉറവിടം ദൈവമെന്ന 1-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നു, ഇങ്ങനെ എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, എൻ്റെ കൊമ്പ് യഹോവയിൽ ഉയർന്നിരിക്കുന്നു, എൻ്റെ വായ ശത്രുക്കളുടെ നേരെ വിശാലമായിരിക്കുന്നു, നിൻ്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നെന്ന. ദൈവത്തിന് സ്തോത്രം. ശത്രുക്കളുടെ മുമ്പിൽ വിശാലമായി തുറക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ കരം അവിടെ മേൽ പ്രവർത്തിച്ചു വന്ന് ദൈവജനം നമ്മളെ പഠിപ്പിക്കുക. പ്രിയമുള്ളവരെ, നമുക്കെതിരിരുന്നവരുണ്ട്, നമ്മളെ പരിഹസിക്കുക, ദൂഷിക്കുന്നവരുണ്ട്. അവരുടെ മുമ്പിൽ ദൈവസന്നിധിയിൽ വന്ന് നമ്മുടെ സങ്കടം പകർന്നാൽ, നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ അതിന്മേൽ മറുപടി നൽകി തരുവാൻ നമ്മുടെ ദൈവം ശക്തനെന്ന് ഇന്ന് രാവിലെ നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും വേദനയോട് ഭാരത്തോട് ദൈവസന്നിധി ആയിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ സങ്കടവുമായി ദൈവസന്നിധിയിൽ നിന്ന് കടന്നു വാ. നിങ്ങളെ മാനിക്കുന്ന ഒരുവനുണ്ട്, നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരുവനുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുവനുണ്ട്. അവൻ്റെ ആ സന്നിധിയിലാണ് പ്രിയമുള്ളവരെ നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. അതിൻ്റെ ഹല്ലേലൂയ 20-21 വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ നിർത്തുക. അവൾ ചെയ്തത്, ഹല്ലേലൂയ, അവൾ അങ്ങനെ ചെയ്തത് കൊണ്ട്, അവൾക്ക് കിട്ടിയ സന്താനത്തെ ദൈവസന്നിധി കൊടുത്തത് കൊണ്ട്, ഇന്ന് പലരും ദൈവസന്നിധി കൊടുക്കുവാൻ മടിയാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് നമുക്ക് കിട്ടുന്ന ദൈവസന്നിധി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ഇല്ലായ്മയെന്ന് ദൈവത്തെ സ്നേഹിച്ചാൽ, ദൈവത്തിന് കൊടുത്താൽ ദൈവം നമ്മളെ മാനിക്ക് വരട്ടിയായിട്ട്. ഇവിടെ അതിൻ്റെ ഉദാഹരണമാ. ഹന്നയോ കടാക്ഷിച്ചോ, യഹോവ ഹന്നയെ കടാക്ഷിച്ചു. അവൾ ഗർഭം ധരിച്ച് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ച് 5 മക്കളെ കൂടെ ദൈവം അവൾക്ക് കൊടുത്തെന്ന്. ദൈവത്തിന് സ്തോത്രം. അവൾക്ക് കിട്ടിയ ആദ്യ സന്താനത്തെ ദൈവസന്നിധി കൊടുത്തപ്പോൾ ദൈവം 5 മക്കളെ കൂടെ കൊടുത്ത് അവളെ അനുഗ്രഹിച്ചെന്ന്. അതാ ദൈവത്തിൻ്റെ പദ്ധതി. പ്രിയമുള്ളവരെ,
നമ്മൾ നമ്മുടെ ഇല്ലായ്മയെന്ന് ദൈവസന്നിധി കൊടുക്കുവാൻ നമ്മൾ തയ്യാറായാൽ ഇന്ന് രാവിലെ എത്ര പേര് ഏൽപ്പിച്ചു കൊടുക്കും ദൈവസന്നിധിയിൽ? എൻ്റെ ഇല്ലായ്മ ഞാൻ ദൈവസന്നിധിയിൽ കൊടുക്കും. ദൈവത്തിന് ഒരു തീരുമാനം എടുക്കും പ്രിയമുള്ളവരെ. കൊടുത്തു കഴിഞ്ഞാൽ ഇരട്ടി ഇരട്ടി പ്രതിഫലം തന്ന് നമ്മളെ മാനിക്കുന്നു. ഇവിടെ 3 ഇരട്ടിയാണ് കൊടുത്തത്. ദൈവത്തിന് സ്തോത്രം. 5 കൊടുത്തത്. 3 പുത്രന്മാരെ 2 പുത്രിമാരെ ദൈവം കൊടുത്തു മാനിച്ചു. എന്നിട്ട് അവിടെ മേളിൽ അവൾ എഴുതിയിരിക്കുക, ഈ സ്ത്രീ യഹോവയ്ക്ക് കഴിച്ച നിവേദ്യത്തിന് പകരം യഹോവ അവളിൽ നിന്ന് നിനക്ക് സന്തതിയെ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞെന്ന ദൈവത്തിന് സ്തോത്രം. തമ്പുരാൻ ആർക്കും കടക്കാരനല്ല പ്രിയമുള്ളവരെ. നമ്മുടെ ദൈവം നമുക്ക് നൽകി തരുവാൻ ശക്തനാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധനായ കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായിട്ട് സ്തോത്രം. ഹന്ന എടുത്ത തീരുമാനം അവൾ അതേപടി അനുസരിച്ചപ്പോൾ അവർക്ക് വേണ്ടി ദൈവം വീണ്ടും ഹല്ലേലൂയ 3 മടങ്ങ് പ്രതിഫലം കൊടുത്ത് അവളെ മാനിച്ച ദൈവം ഇന്ന് രാവിലെ കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആരെങ്കിലും സങ്കടത്തോട് രോഗത്തോട് ദുഃഖത്തോടായിരിക്കുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ കടന്നു വന്ന് അവരുടെ വിഷയം പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകട്ടെ നാഥ. വലിയ വിടുതൽ വ്യാപരിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, സമർപ്പിക്കുന്നു, താഴ്ത്തുന്നു. അനുഗ്രഹിക്കണം. പ്രാർത്ഥന എടുക്കുക. സ്വതന്ത്ര യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.